Good morning. Coordination chemistry reactions, substitution reactions of coordination chemistry ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കോർഡിനേഷൻ കോംപ്ലക്സുകളിലുള്ള അതിൽ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന്റെ കോർഡിനേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇൻ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകളാണ്. ഓക്കെ, ligand substitution in square planar complexes. അപ്പം ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഒക്ടാഹെഡ്ര പറഞ്ഞു. അപ്പൊ സ്ക്വയർ പ്ലാനാർ ആവുമ്പം ഫോർ എക്സാമ്പിൾ Ml3X എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് പ്ലസ് വൈ ആണ് ഇൻകമിങ് ലിഗാൻഡ് ഗിവ്സ് Ml3Y പ്ലസ് എക്സ് ആണ് ലിവിങ് ലിഗാൻഡ്. പിന്നെ ഇതിന്റെ മെക്കാനിസം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ പ്ലാനാർ ആവുമ്പം ഈ ഇൻകമിങ് ലിഗാൻഡിന് ലിഗാൻഡ് ക്യാൻ അറ്റാക്ക് ഫ്രം എബവ് ഓർ ബിലോ ദ സ്ക്വയർ പ്ലെയിൻ. Initial attack by the entering group at a square planar platinum 2 center is from above or below the plane. Nucleophile Y then coordinates to give a trigonal bipyramidal intermediate species. അതാണ് ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ആദ്യം സ്ക്വയർ പ്ലാനാർ ആയിരുന്നു, അതിലേക്ക് Y അറ്റാച്ച് ചെയ്ത് സ്ക്വയർ ട്രയാഗണൽ ബൈപിരമിഡലായി. എന്നിട്ട് അതിൽ നിന്ന് X മൈനസ് ലീവ് ചെയ്തു. X ലീവ് ചെയ്യുമ്പം എന്താണ് സ്പീഷീസ് റിറ്റൻഷൻ ഓഫ് സ്റ്റീരിയോകെമിസ്ട്രി. സാധാരണയായിട്ട് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകളിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത് അസോസിയേറ്റീവ് ടൈപ്പ് മെക്കാനിസം ആണ്. ഇനി അസോസിയേറ്റീവ് മെക്കാനിസം പറഞ്ഞാൽ ആദ്യം അതാണ് നമ്മൾ ഈ ട്രയാഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചറിലുള്ള ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ അസോസിയേഷൻ ആണ് ആദ്യം നടക്കുന്നത് എന്നാണ്. അപ്പൊ അസോസിയേഷൻ ഫോർ കോർഡിനേറ്റഡ് കോംപ്ലക്സിലേക്ക് ഇൻകമിങ് ലിഗാൻഡ് അസോസിയേറ്റ് ചെയ്ത് അത് 5 കോർഡിനേറ്റഡ് ലിഗാൻഡ് ആയി മാറിയതിനു ശേഷം പിന്നെയാണ് ലിവിങ് ലിഗാൻഡ് പുറത്തു പോകുന്നത്. ദ ഇൻകമിങ് ലിഗാൻഡ് approaches a vacant axial site of the square planar complex to form a square pyramidal intermediate transition state. Intermolecular rearrangement via a trigonal bipyramid generates a different square pyramidal structure with the incoming ligand now in basal plane. ആദ്യം ഫോം ചെയ്യുന്നത് ഒരു സ്ക്വയർ പിരമിഡൽ ആണ്. എന്നിട്ട് അത് ഇന്റർമോളിക്കുലർ റീഅറേഞ്ച്മെന്റ് നടന്നിട്ട് ട്രയാഗണൽ ബൈപിരമിഡൽ ആയി മാറും. അപ്പൊ ബേസൽ പ്ലെയിനിൽ എന്തായി മാറും? നമ്മളെ ഇൻകമിങ് ലിഗാൻഡ് ബേസൽ പ്ലെയിനിലായി. The reaction is completed by the living group departing from the axial site with the stereochemistry being retained during the substitution. Factors which affect the rate of substitution. നമ്മൾ കുറെ ഫാക്ടേഴ്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ റോൾ ഓഫ് എൻറ്ററിംഗ് ഗ്രൂപ്പ്, റോൾ ഓഫ് ലിവിംഗ് ഗ്രൂപ്പ്, എഫക്റ്റ് ഓഫ് മെറ്റൽ സെന്റർ ആൻഡ് ഫോർത്ത് വൺ ഈസ് ദ ട്രാൻസ് എഫക്ട്. അപ്പം നമ്മളെ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ പറയുമ്പം അതിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് എഫക്റ്റ് ആണ് ട്രാൻസ് എഫക്ട്. Role of the entering group. The rate of substitution is proportional to the nucleophilicity of the incoming ligand, incoming group. For most reactions of platinum 2, the rate constant increases in the order H2O greater than NH3, H2O less than NH3 equal to pyridine less than Br minus less than I minus less than Cn minus. എന്ന് പറഞ്ഞാല് പ്ലാറ്റിനം 2 ബീങ് എ സോഫ്റ്റ് മെറ്റൽ സെന്റർ, ദ ഓർഡറിംഗ് ഈസ് കൺസിസ്റ്റന്റ് വിത്ത് ദിസ് സീരീസ്. ദ റോൾ ഓഫ് ദ ലിവിംഗ് ഗ്രൂപ്പ്. എക്സാമ്പിൾ platinum diene X plus plus pyridine gives platinum diene pyridine plus plus X minus. In H2O at 25 degrees Celsius, the sequence of lability is H2O greater than Cl minus, greater than Br minus, greater than I minus, etc. greater than Cn minus. The spread of over 10 raised to 6 in rate across the series. അപ്പം ലീവ് ചെയ്യുന്ന ഗ്രൂപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. ലിവിങ് ഗ്രൂപ്പ് മാറുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ റേറ്റിൽ 10⁻⁶ ഓർഡറിൽ ചേഞ്ച് ഉണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ഈ ലിവിങ് ഗ്രൂപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ചെറുതല്ല എന്നർത്ഥം.
നെക്സ്റ്റ് പറയുന്നത് എഫക്റ്റ് ഓഫ് ദ മെറ്റൽ സെന്റർ. The order of reactivity of a series of isovalent ion nickel 2 greater than palladium 2 greater than very much greater than platinum 2. This order of reactivity is the same order as the tendency to form 5 coordinated complexes. അപ്പം ഒരു മെറ്റൽ സെന്ററിന് 5 കോർഡിനേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി എത്രയാണോ അതേ ഓർഡറിലാണ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി, സബ്സ്റ്റിറ്റ്യൂഷന്റെ റിയാക്ടിവിറ്റി ഇൻ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിൽ നടക്കുന്നത്. അപ്പം വിച്ച് ഇൻഡിക്കേറ്റ്സ് ഇത് ഒരു എവിഡൻസും കൂടെയാണ് നമ്മളെ റിയാക്ഷൻ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകളിൽ അസോസിയേറ്റീവ് ടൈപ്പ് മെക്കാനിസം വഴിയാണ് റിയാക്ഷൻ നടക്കുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ക്ലിയർ എവിഡൻസും കൂടെയാണിത്. More readily is the formation of a 5 coordinated intermediate complex, the greater is the stabilization of transition state and so greater is the bimolecular rate enhancement. ഒരു റിയാക്ഷൻ ഒക്കെ തന്നിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് നോക്കുക. മെറ്റൽ മാറുന്നതിനനുസരിച്ചിട്ട് റിയാക്ഷന്റെ റേറ്റിൽ ഉണ്ടാവുന്ന വ്യത്യാസം. അപ്പോൾ പ്ലാറ്റിനത്തിന് ഏറ്റവും കൂടുതൽ റേറ്റ്, നിക്കലിന് ഏറ്റവും കൂടുതൽ റേറ്റ് കോൺസ്റ്റന്റ് കൂടുതലാണ്. വിച്ച് ഇൻഡിക്കേറ്റ് നിക്കലിന്റെ 5 കോർഡിനേറ്റഡ് കോംപ്ലക്സ് മോർ സ്റ്റേബിൾ ആണ് എന്നർത്ഥം. നെക്സ്റ്റ് ആൻഡ് the important effect, that is trans effect. The trans effect is best defined as the effect of a coordinated ligand upon the rate of substitution of ligands opposite to it, or the ability of a ligand in a square planar complex to direct the replacement if the ligand trans to it. ഒരു ലിഗാൻഡിന് അതിൻ്റെ ട്രാൻസിലുള്ള ലിഗാൻഡിനെ ലബൈൽ ആക്കാനുള്ള ടെൻഡൻസി, എബിലിറ്റി, അതിനെയാണ് നമ്മൾ ട്രാൻസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു ലിഗാൻഡ് എൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ലിഗാൻഡിനെ പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി ലബൈലാക്കാനുള്ള കപ്പാസിറ്റി, ആ കപ്പാസിറ്റി എനിക്ക് എത്രത്തോളം ഉണ്ട്, അതാണ് ട്രാൻസ് എഫക്റ്റ്. It was recognized by Werner and elaborated by Chernuyev. എന്നിട്ട് സയന്റിസ്റ്റുമാർ ഈ ഒരുപാട് ലിഗാൻസിനെ സ്റ്റഡി നടത്തിയിട്ട് ഒരു ട്രാൻസ് ഡയറക്റ്റിംഗ് സീരീസ് ഡിസൈൻ ചെയ്തു. ഈ സീരീസിൽ ഹയർ പൊസിഷനിൽ കിടക്കുന്ന ലിഗാൻസ് ഒക്കെ എന്താണ്, അതിൻ്റെ ഓപ്പോസിറ്റിലുള്ള ലിഗാൻഡിനെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യിച്ച് അവിടെ പുതിയ ഇൻകമിങ് ന്യൂക്ലിയോഫൈൽ അല്ലെങ്കിൽ ലിഗാൻഡിനെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിക്കും എന്നർത്ഥം. അപ്പൊ ഇതിന്റെ ഓർഡർ നോക്കിയേ, H2O ലെസ് ദാൻ OH മൈനസ് ലെസ് ദാൻ F മൈനസ് ലെസ് ദാൻ എക്സെട്രാ പോകുന്ന അവസാനത്തിൽ കിടക്കുന്ന ആൾക്കാരാണ്. ട്രാൻസ് ഡയറക്റ്റിംഗ് സീരീസിന്റെ ഹയർ പൊസിഷനിൽ കിടക്കുന്ന ആരൊക്കെ, PR3 ലെസ് ദാൻ C2H4 ലെസ് ദാൻ CN അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു CO. അപ്പം CN CO എഥിലീൻ PR3 നമ്മളെ സ്പെക്ട്രോകെമിക്കൽ സീരീസിലുള്ള സ്ട്രോങ് ലിഗാൻസ് ഒക്കെ ഉണ്ടല്ലോ, ആ സ്ട്രോങ് ലിഗാൻസ് ഒക്കെ തന്നെയാണ് ഇതിന്റെ ഹയർ പൊസിഷനിൽ കിടക്കുന്നത്. ഇനി ഈ ട്രാൻസ് എഫക്റ്റ്, ചില ഈ ലിഗാൻസ് ട്രാൻസ് എഫക്റ്റ് കാണിക്കാനുള്ള റീസൺ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഒരുപാട് തിയറീസ് ഉണ്ട്. ട്രാൻസ് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറീസ് 3 തിയറീസ് പറയുന്നുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് പോളറൈസേഷൻ തിയറി, പൈ ബോണ്ടിങ് തിയറി, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഫോർ സിഗ്മ ആൻഡ് പൈ ട്രാൻസ് എഫക്ട്സ്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. Electrostatic polarization theory. This theory is primarily concerned with effect in the ground state. It was given by A. Greenberg. According to polarization theory, the ligand by electrostatic effect weakens the bond trans to it and facilitates substitution in that position. Support for this theory is demonstrated by looking at trans-directing series. Trans-directing series നമ്മൾ already പറഞ്ഞു കഴിഞ്ഞു. നമ്മളെ സ്ട്രോങ് ലിഗാൻസ് ആയിട്ടുള്ള CN- എന്ന് പറഞ്ഞാൽ സിഗ്മ ഡോണേഴ്സും പൈ അക്സെപ്റ്റേഴ്സും ആയിട്ടുള്ള ലിഗാൻസ് ആണ് സ്പെക്ട്രോകെമിക്കൽ സീരീസിൽ ഹയർ പൊസിഷനിലുള്ളത്. അങ്ങനെയുള്ള ലിഗാൻസ് തന്നെയാണ് നമ്മളെ ട്രാൻസ് ഡയറക്റ്റിംഗ് സീരീസിലും ഹയർ പൊസിഷനിൽ കിടക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താണ്, they are more polarizable ligands such as SCN- and I- and the ligands containing pi cloud etc. Example CN- are high in the series. അപ്പം more polarizable ligands എല്ലാം higher in the
transdirecting series ആണ്. Less polarizable ligands such as ammonia, water are lower in the series. അപ്പോൾ more polarizable ligands വരുമ്പോൾ additional support comes from the observation that platinum 2 complex demonstrate a more pronounced trans effect than those of the less polarizable palladium and nickel cation. നമ്മൾ ഓൾറെഡി അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മളെ മെറ്റൽ മാറുന്നതിനനുസരിച്ചിട്ട് റിയാക്ഷനിൽ എങ്ങനെ മാറ്റം വരുന്നു, റിയാക്ഷൻ്റെ റേറ്റിൽ എന്നുള്ളത്. അപ്പം മോർ പോളറൈസബിൾ ലിഗാൻസും ലെസ് പോളറൈസബിൾ ലിഗാൻസും ആണ്. മോർ പോളറൈസബിൾ ആണ് ഹയർ പൊസിഷനിൽ, ലെസ് പോളറൈസബിൾ ലിഗാൻസ് ആണ് ലോവർ പൊസിഷനിൽ സീരീസിൽ വരുന്നത്. അപ്പം ഇനി എന്തുകൊണ്ടാണ് ട്രാൻസിലുള്ള ബോണ്ട് ലബൈലാവുന്നത് എന്ന് നോക്കാം. നോക്കുക, കൈനറ്റിക് ട്രാൻസ് എഫക്റ്റ് ഇൻ ഒരു പ്ലാറ്റിനം 2 കോംപ്ലക്സിലാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു ഹൈലി പോളറൈസബിൾ ലിഗാൻഡ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ പ്ലാറ്റിനത്തിനോട് എ അറ്റാച്ച് ചെയ്തു, ബോണ്ട് ഫോം ചെയ്താൽ അത് എ എന്ന് പറയുന്നത് ഹൈലി പോളറൈസബിൾ ആണ്. അത് ഇൻഡ്യൂസസ് എ ഡൈപോൾ ഇൻ ദ പോളറൈസബിൾ ട്രാൻസ് ഡയറക്റ്റിംഗ് ലിഗാൻഡ് എ. അപ്പോൾ എ എന്ന് പറയുന്നത് ഹൈലി പോളറൈസബിൾ ആയതുകൊണ്ട് ഇൻഡ്യൂസസ് എ ഡൈപോൾ ഇൻ ദ പോളറൈസബിൾ പ്ലാറ്റിനം 2 കാറ്റയോൺ. അത് പ്ലാറ്റിനത്തിൽ ഒരു പോളറൈസേഷൻ ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ എന്താണ്, എ എന്ന് പറയുന്ന ഹൈലി പോളറൈസബിൾ ലിഗാൻഡിന്റെ ഭാഗത്ത് പ്ലാറ്റിനത്തിലുള്ള പോസിറ്റീവ് ചാർജ് ഒക്കെ ആ ഭാഗത്ത് നിൽക്കുമ്പം ഓപ്പോസിറ്റ് ഭാഗത്ത് നെഗറ്റീവ്ലി ചാർജ്ഡ് ഒരു നെഗറ്റീവ് ചാർജ് ആണ് ഇൻഡ്യൂസ് ചെയ്യുക. അപ്പൊ എന്താണ്, ആ ഭാഗത്ത് നമുക്കൊരു ലിഗാൻഡ് ഉണ്ടാവും. ആ എക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന Cl- എന്ന് പറയുന്ന ലിഗാൻഡ്. ആ Cl- അവസ്ഥ ഇപ്പൊ എന്താ, Cl- ഓൾറെഡി ഇലക്ട്രോൺ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അവിടേക്ക് മെറ്റലിന്റെ നെഗറ്റീവ് ചാർജ് ഉള്ള ഭാഗമാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ആ നെഗറ്റീവും ഈ നെഗറ്റീവ് എക്സ്ട്രാ റിപ്പൾസീവ് ഫോഴ്സ് ആണ് അവിടെ ബിറ്റ്വീൻ ഇറ്റ്സ് നെഗറ്റീവ് ചാർജ് ആൻഡ് ദ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഓഫ് ദ പ്ലാറ്റിനം 2 കാറ്റയോൺ. അപ്പൊ അവിടെ എന്താണ്, പെട്ടെന്ന് ആ പ്ലാറ്റിനം Cl ബോണ്ടിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയും. ആ എക്സ്ട്രാ റിപ്പൾസീവ് ഫോഴ്സും കൂടെ അവിടെ വരുന്നതുണ്ട്. ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പോളറൈസേഷൻ തിയറി വെച്ച് ട്രാൻസ് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. തിയറിയാണ് പൈ ബോണ്ടിങ് തിയറി. ഇപ്പൊ പൈ ബോണ്ടിങ് തിയറിയിൽ ഇപ്പൊ നമ്മൾ ട്രാൻസ് ഡയറക്റ്റിംഗ് സീരീസ് കണ്ടപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പൈ അക്സെപ്റ്റേഴ്സ് ആയിട്ടുള്ള സ്ട്രോങ് ലിഗാൻസ് ഹയർ പൊസിഷനിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് പൈ അക്സെപ്റ്റേഴ്സ് ആയിട്ടുള്ള ലിഗാൻസ് സച്ച് ആസ് CO, Cn-, Scn-, PR3 പോലെയുള്ള പൈ അക്സെപ്റ്റേഴ്സ് ഹയർ പൊസിഷനിലാണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. അപ്പം ഈ പൈ അക്സെപ്റ്റേഴ്സ് ഹയർ പൊസിഷനിൽ വരുന്നത് എന്തുകൊണ്ടാണ്? അതാണല്ലോ ആ ട്രാൻസ് ഡയറക്റ്റിംഗ് സീരീസ് എക്സ്പ്ലെയിൻ ചെയ്യാണ് നമ്മൾ. അത് എന്തുകൊണ്ടാണ് അതിന് അതിന്റെ ഓപ്പോസിറ്റിലുള്ള ലിഗാൻഡിനെ പെട്ടെന്ന് ലബൈലാക്കാൻ കഴിയുന്നത്. അപ്പം അതിനുള്ള ഒരു തിയറിയാണ് പൈ ബോണ്ടിങ് തിയറി പറയുന്നത്. ഇപ്പം നമ്മുടെ ലിഗാൻഡിന് pi or pi star orbital of pi bonding ligand can accept a pair of electron from the filled d orbital of the metal. മെറ്റലിന്റെ d orbital പറഞ്ഞാൽ dxz dyz to form metal ligand pi bond. ഇപ്പൊ നമ്മൾ ലിഗാൻഡിന്റെ പൈ ഓർ പൈ സ്റ്റാർ ഓർബിറ്റൽ വേക്കന്റ് ഓർബിറ്റൽ മെറ്റലിന്റെ ഫിൽഡ് ഡി ഓർബിറ്റൽ, അത് DXZ-ഓ DYZ-ഓ അങ്ങനെ ഏതെങ്കിലും ഒരു ഫിൽഡ് ഡി ഓർബിറ്റൽ, ആ ഫിൽഡ് ഡി ഓർബിറ്റലിൽ നിന്ന് മെറ്റൽ ഓർബിറ്റലിൽ നിന്ന് നമ്മളെ ലിഗാൻഡിന്റെ വേക്കന്റ് ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ ഡൊണേഷൻ, ദാറ്റ് മീൻസ് നമ്മൾ സാധാരണ പറയാനുള്ള ബാക്ക് ബോണ്ടിങ്. അപ്പം അവ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ നടന്നിട്ട് അവിടെ ഒരു മെറ്റൽ ലിഗാൻഡ് പൈ ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ മെറ്റൽ ലിഗാൻഡ് പൈ ബോണ്ട് ഫോം ചെയ്താൽ എന്താ, അവിടെ ഓൾറെഡി ഒരു സിഗ്മ ബോണ്ട് ഉണ്ട്, അതിന്റെ പുറമെയാണ് ഈ പൈ ബോണ്ട് ഫോം ചെയ്തത്. അപ്പം ഇൻ ദ കേസ് ഓഫ് പ്ലാറ്റിനം നമ്മൾ കരുതുകയാണെന്നുണ്ടെങ്കിൽ, പ്ലാറ്റിനത്തിന്റെ കേസിൽ ഇപ്പൊ പ്ലാറ്റിനാണ് ഇവിടെ തന്നിട്ടുള്ളത്, പ്ലാറ്റിനത്തിന്റെ കേസിൽ പ്ലാറ്റിനത്തിന്റെ ഫിൽഡ് മെറ്റൽ ഡി ഓർബിറ്റൽ ആ L2 എന്ന് പറയുന്ന ലിഗാൻഡിന്റെ പി ഓർബിറ്റലുമായിട്ട് സിഗ്മ പൈ ബോണ്ട് ഫോം ചെയ്തു. അപ്പൊ അവിടെ സാധാരണയായിട്ട് ഡി പൈ പി പൈ ബോണ്ട് ഫോം ചെയ്യാം. ഇനി ഡി പൈ ബോണ്ടുകളും ഫോം ചെയ്യുന്ന കേസുകൾ ഉണ്ടാവും. ഇവിടെ ഇപ്പം കാണിച്ചു തന്നിട്ടുള്ളത് ഡി പൈ പി പൈ ബോണ്ടാണ്, ഒരു പി ഓർബിറ്റലാണ്, ലിഗാൻഡിന്റെ പി ഓർബിറ്റലായിട്ട്. അപ്പൊ അവിടെ എന്താണ്
The formation of this pi bond increases the electron density in the direction of that L2 and diminishes it in the direction of the ligand opposite to L2. Okay അല്ലേ? അപ്പോൾ അവിടെ പൈ ബോണ്ട് ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഫോർമേഷൻ ഓഫ് പൈ ബോണ്ട് ഇൻക്രീസസ് ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻ ദാറ്റ് ഡയറക്ഷൻ. ആ ഡയറക്ഷനിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടി എന്ന് പറഞ്ഞാൽ മറ്റേ ഡയറക്ഷനിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റിയും കൂടെ ഇങ്ങോട്ട് പോകുന്നു എന്നല്ലേ അർത്ഥം. അപ്പം അതിന്റെ ഓപ്പോസിറ്റിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറഞ്ഞു. ദിസ് ഇലക്ട്രോൺ ഷിഫ്റ്റ് ടുവേർഡ്സ് the L2 facilitate the approach of the entering ligand with its lone pair in the direction of diminished electron density. അപ്പം ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവുള്ള ഭാഗത്ത് കൂടെ ആവും അപ്പം ഇൻകമിങ് ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുക. ദാറ്റ് മീൻസ് നമ്മളെ പൈ ബോണ്ട് ഫോം ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റിലാണ് ഇൻകമിങ് ലിഗാൻഡ് വന്നിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക എന്നർത്ഥം. അതാണ് പൈ ബോണ്ടിങ് തിയറി വെച്ചിട്ട്. അപ്പം സ്ട്രോങ് പൈ ബോണ്ട് ഫോം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ലിഗാൻഡ് വരികയാണെന്നുണ്ടെങ്കിൽ അത് അതിന്റെ ഓപ്പോസിറ്റിലുള്ള ലിഗാൻഡിനെ വീക്കൻ ചെയ്യും. ആ ലിഗാൻഡും മെറ്റലും തമ്മിലുള്ള ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യും. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റിലുള്ള മെറ്റലും ലിഗാൻഡും തമ്മിലുള്ള ബോണ്ട് വീക്കൻ ചെയ്യും. അപ്പൊ അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് അവിടെ ഇൻകമിങ് ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആവും. അതാണ് പൈ ബോണ്ടിങ് തിയറി വെച്ച് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് അപ്ലിക്കേഷൻസ് ഓഫ് ട്രാൻസ് എഫക്റ്റ് എന്തൊക്കെയാന്ന് നോക്കാം. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ലിക്കേഷൻ ഓഫ് ട്രാൻസ് എഫക്റ്റ് പറയുന്നത് സിസ്പ്ലാറ്റിന്റെ പ്രിപ്പറേഷൻ ആണ്. സിന്തസിസ് ഓഫ് സിസ്പ്ലാറ്റിൻ. സിസ്പ്ലാറ്റിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആന്റി ക്യാൻസർ ഏജന്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പം അതിന്റെ സിന്തസിസ് ഫസ്റ്റ് നോക്കിയേ. ട്രാൻസ് ഡൈക്ലോറോ നമ്മുടെ PTNH3 4 times എന്ന് പറയുന്ന കോംപ്ലക്സിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തുക. ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വിത്ത് Cl- കൊടുത്താൽ ഏതെങ്കിലും ഒരു NH3 മാറിയിട്ട് അവിടെ Cl വരും. അപ്പം ഇനിയുള്ള കോംപ്ലക്സിലേക്ക് നമ്മൾ ഫർദർ Cl- വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് അത് ഏത് പൊസിഷനിലാണ്, ഏത് ലിഗാൻഡിന്റെ ട്രാൻസിലാണ് ഈ വരുന്ന ഇൻകമിങ് ലിഗാൻഡ് Cl- അറ്റാക്ക് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നോക്കണം. അപ്പം അതിന് നമ്മൾ NH3യും Cl- ഈ രണ്ട് ലിഗാൻഡിന്റെയും ട്രാൻസ് ഡയറക്റ്റിംഗ് സീരീസിലുള്ള പൊസിഷൻ എവിടെയെന്ന് നോക്കണം. അപ്പം എവിടെയാണ് പൊസിഷൻ? Cl- ആണോ NH3 ആണോ ഹയർ പൊസിഷനിൽ കിടക്കുന്നത്? നമ്മൾ ട്രാൻസ് ഡയറക്റ്റിംഗ് സീരീസിലേക്കൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും Cl- ആണ് ഹയർ പൊസിഷനിൽ കിടക്കുന്നത്. അപ്പൊ വെരി ഗുഡ് അറ്റ് ഡയറക്റ്റിംഗ് നെക്സ്റ്റ് Cl- ട്രാൻസ് ടു ഇറ്റ്. അപ്പൊ Cl- ആണ് ഹയർ പൊസിഷനിൽ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ Cl- ഓപ്പോസിറ്റുള്ള ലിഗാൻഡിനെയാണ് നമ്മളെ ഇൻകമിങ് Cl- സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ട്രാൻസ് പ്രൊഡക്റ്റ് ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് ട്രാൻസ് പ്രൊഡക്റ്റ് ആണ് ഇവിടെ കിട്ടിയത്. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ നോക്കിയ റിയാക്ഷൻ 2 നമുക്ക് PtCl4 അതിൽ നമ്മൾ ആദ്യം ഒരു NH3 ലിഗാൻഡ്, ഇൻകമിങ് ലിഗാൻഡ് NH3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഏതെങ്കിലും ഒരു Cl- പോയിട്ട്, അത് ഏത് പോയാലും ഒരുപോലെയാണ്, Cl- പോയിട്ട് അവിടെ NH3 വന്നു. സെക്കൻഡ് ഒരു NH3 വെച്ചിട്ട് വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കണം, Cl- NH3 നോക്കുമ്പം ട്രാൻസ് ഡയറക്റ്റിംഗ് സീരീസിൽ ഹയർ പൊസിഷനിൽ കിടക്കുന്നത് Cl- ആണ്. അപ്പൊ Cl- ഓപ്പോസിറ്റ് ഉള്ള ലിഗാൻഡ് വേണം പോവാന്. അപ്പം NH3 എന്ന് പറയുന്നത് ലെസ് ട്രാൻസ് ഡയറക്റ്റിംഗ് എബിലിറ്റി ദാൻ Cl- ആണ്. അപ്പൊ നമ്മൾ Cl- ഓപ്പോസിറ്റിലുള്ള ലിഗാൻഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇൻകമിങ് NH3 കൊടുക്കണം. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ Cl- ഓപ്പോസിറ്റിൽ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ NH3 ഉള്ളത്, പക്ഷെ ഈ NH3 നമ്മൾ പർപ്പസ്ഫുള്ളി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് അല്ലെ. അപ്പൊ ആ NH3 തന്നെ മാറ്റിക്കാണ്ട് വീണ്ടും NH3 വന്ന് സെയിം പ്രൊഡക്റ്റ് ആണ് കിട്ടിയെന്ന് പറയരുത്. നമ്മൾ ഒരിക്കൽ കൂടി NH3 വെച്ച് സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടത്തുന്നത്. ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നതിൽ വീണ്ടും സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് ഇത്. PtCl2NH3 ട്വൈസ്, അത് സിസ് ആണ്. സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്നത് ഇതാണ് കോമ്പൗണ്ട്. നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് സിസ് ആൻഡ് ട്രാൻസ് PtCl2I pyridine ഫ്രം PtCl4 2- ആൻഡ് pyridine. അപ്പൊ PtCl4 2- ആദ്യത്തെ എക്സാമ്പിൾ റിയാക്ടന്റ് നോക്കി, അതിലേക്ക് I-
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. I- കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു Cl- മാറിയിട്ട് I- വന്നു. ഇനി നമ്മൾ എന്ത് നോക്കണം? Cl- ആണോ I- ആണോ ട്രാൻസ് ഡയറക്റ്റിംഗ് സീരീസിൽ ഹയർ പൊസിഷനിൽ നോക്കണം. അത് സീരീസിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും I- ആണ് ഹയർ പൊസിഷനിൽ കിടക്കുന്നത്. അപ്പോൾ I- ഓപ്പോസിറ്റിലുള്ള ലിഗാൻഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഇൻകമിങ് ലിഗാൻഡ് വരിക. അപ്പോൾ നമ്മൾ പിരിഡിൻ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ Iന്റെ ഓപ്പോസിറ്റിലുള്ള Cl- മാറിയിട്ട് അവിടെ പിരിഡിൻ വരും. ഇനി അടുത്തൊരു എക്സാമ്പിളും കൂടെ നോക്കിയേ. PtCl4 ആദ്യം നമ്മൾ പിരിഡിൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയെന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മൾ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് നടത്തിയാൽ പിരിഡിൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ ഏതെങ്കിലും ഒരു Cl മാറിയിട്ട് പിരിഡിൻ വന്നു. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ I- വെച്ച് സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ എന്താണ്? പിരിഡിൻ ആണോ Cl- ആണോ ഹയർ പൊസിഷനിൽ നോക്കണം. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ Cl- ആണ് ഹയർ പൊസിഷനിൽ, പിരിഡിൻ ലോവർ പൊസിഷനിലാണ് കിടക്കുന്നത് ഇൻ ട്രാൻസ് ഡയറക്റ്റിംഗ് സീരീസിൽ. അപ്പം Cl- ആണ് ഹയർ പൊസിഷനിൽ എന്ന് പറഞ്ഞാൽ Cl- ഓപ്പോസിറ്റിലുള്ളതാണ് പോവേണ്ടത്. അപ്പം നമുക്ക് ഒരു സിസ് പ്രൊഡക്റ്റ് ആണ് കിട്ടുക. ഇനി ഒരു എഫക്റ്റും കൂടെ നമുക്ക് ഇവിടെ പറയാനുള്ളത്, ദാറ്റ് ഈസ് ഫിക്സ് എഫക്റ്റ്. സിസ് എഫക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ട്രാൻസ് എഫക്റ്റ് എന്താ നമ്മൾ പറഞ്ഞ? ഒരു ലിഗാൻഡ് അതിന്റെ നേരെ ഓപ്പോസിറ്റിലുള്ള ലിഗാൻഡിനെ ലബയിലാക്കുക, എന്നിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്ന് ഇൻകമിങ് ലിഗാൻഡ് അറ്റാച്ച് ചെയ്ത് പ്രൊഡക്റ്റ് ഫോം ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. അതിനെയാണ് നമ്മൾ ട്രാൻസ് എഫക്റ്റ് എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് സിസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ certain ligands such as Cn- and OH- greatly accelerate the hydrolysis of a complex when they are cis to each other. ചില ലിഗാൻഡുകൾ വരുമ്പം അതിന്റെ സിസിലുള്ള പോയിന്റിലാണ് ഹൈഡ്രോളിസിസിനെ ആക്സിലറേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ സിസ് എഫക്റ്റ് കാണിക്കുന്ന ലിഗാൻഡ്സിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ that ligand have unshared pair of electron in addition to the pair used in sigma dative bond. സിഗ്മ ബോണ്ടിന് യൂസ് ചെയ്തതിന് പുറമെ unshared pair of electrons അവൈലബിൾ ആയിട്ടുള്ള ടൈപ്പ് ലിഗാൻഡ്സ് ആണ് സാധാരണയായിട്ട് സിസ് എഫക്റ്റ് കാണിക്കാറ്. It has been suggested that this electron pair is donated to metal in d-pi-p-pi bond. Such p-pi bond by a cis substituent can stabilize a square pyramidal activated complex by lowering the positive charge on the metal. മെറ്റലിന്റെ പോസിറ്റീവ് ചാർജ് ലോവർ ചെയ്തിട്ട് ഈ സ്ക്വയർ പിരമിഡ് നമ്മളെ ഇന്റർമീഡിയറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യും. ദിസ് ആൾസോ അലോസ് ദ റിയാക്ഷൻ ടു പ്രൊസീഡ് വിത്തൗട്ട് എക്സ്റ്റെൻസീവ് റീഅറേഞ്ച്മെന്റ് ആൻഡ് ദ പ്രൊഡക്റ്റ് ഈസ് 100% സിസ് ഐസോമർ. അങ്ങനെയാണ് സിസ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ട്രാൻസ് എഫക്റ്റിന്റെ അത്രയും ഇമ്പോർട്ടൻ്റ് എഫക്റ്റ് അല്ല, എന്നാലും എന്താണ് സിസ് എഫക്റ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ അറിയണം. The cis effect is similar in origin to the trans effect. It has been shown that the ligand which weakens bond trans to themselves also weaken the cis ML bonds, but not by a large amount. ലാർജ് എമൗണ്ടിൽ ട്രാൻസിൽ നടക്കുന്ന അത്രയും സിസിൽ നടക്കില്ല, എന്നാലും അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് ഇനി ചാപ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. ഓക്കെ, then thank you.